അപ്പൊ നമ്മൾ ഒച്ച ശല്യമുള്ള അതേപോലെ തന്നെ നമുക്ക് ചേരാട്ടന്റെ ശല്യമൊക്കെ ഉള്ള പോട്ടിലോ അല്ല ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചുവട്ടിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മണ്ണ് നീക്കിയിട്ട് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറങ്ങണ രൂപത്തിലാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. വെച്ചാൽ ഫുള്ളായിട്ട് ഇറങ്ങൊന്നും വേണ്ട, ഒരു ലേശം ഒന്ന് താന്ന് നിന്നാൽ മാത്രം മതി കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ അധികമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ പോട്ടിൽ അതേപോലെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒച്ച ശല്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇതിനെ തടയാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ചേരാട്ടൻ്റെ ശല്യം. അപ്പോൾ കൂടുതലായിട്ട് ചൂട് കാലത്ത് നമ്മൾ മണ്ണിൽ ഈർപ്പം നിൽക്കുമ്പോഴൊക്കെയാണ് ഈ ചെടിച്ചട്ടിയിലൊക്കെ വന്നിട്ട് ഒച്ച ശല്യം കൂടുതലായിട്ട് വരിക. അപ്പോൾ ഈ ഒച്ച ശല്യമൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയിൽ നല്ല രീതിയിൽ തന്നെ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ ഒച്ച ശല്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചേരാട്ടൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒച്ചിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് പേടിയാണ്, ചിലർക്ക് പാവാണ് തോന്നുക ഒച്ചിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ ചെടിച്ചട്ടിയിൽ ഇവിടെയൊക്കെ കാണുമ്പോൾ അത് പാവല്ല, അത് അവിടെ കിടന്നോട്ടെ എന്നുള്ളത് പറയും. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ കൃഷി ചെയ്യുമ്പോൾ അത് വിലങ്ങനെ ബാധിക്കില്ല. പക്ഷെ നമ്മൾ പച്ചക്കറി കൃഷിയിൽ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, ലെച്ചൂസ് അങ്ങനത്തെ ഒക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മതി അതിന്റെ ഇലകളൊക്കെ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒച്ച ശല്യം കൂടുതലായിട്ട് ചൂടുകാലത്താണ് കാണട്ടോ. ഇപ്പൊ ഗ്രോ ബാഗിലും പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈർപ്പം നിൽക്കുമ്പോഴാണ് അവിടെ കാണുക. അപ്പൊ ഇന്ത്യയിലൊക്കെ ഞാൻ അധികം ഇങ്ങനെ ഓരോരോ ടിപ്പ് പ്രയോഗിക്കുന്നതുകൊണ്ട് അധികം കാണാറുണ്ട്, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. ഇതിപ്പോ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇപ്പൊ ചെറുതായിട്ട്. അപ്പൊ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളെ വീട്ടിലേക്കൊക്കെ അരിച്ചു കയറും. അതേപോലെ തന്നെ അത് ചെടികൾക്കൊക്കെ ദോഷമാണ്. അപ്പൊ ഇതിന്റെ എല്ലാ പ്ലാന്റിലും ഇല്ലെങ്കിലും ചില പ്ലാന്റിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു പച്ചമുളകിന്റെ ആണ്, നമ്മളെ ഹെവനാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടമുളകിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ചുവട്ടിൽ കണ്ടില്ലേ നിങ്ങള്, ഇതേപോലെ ആയിരിക്കും വന്ന് കിടക്കുക. ഇതിപ്പോ നമ്മൾ പൊതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മേൽഭാഗത്ത് ഇത് കാണൂല. ഇത് വലുതായതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് കാണുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല കേട്ടോ, എല്ലാത്തിനും ചെയ്യുന്നതാണ്, പക്ഷെ ഇതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മളെ ചേരാട്ടാണ്, ചേരാട്ടന്റെ കുട്ടികളാണ് ഫുള്ളായിട്ട് നമ്മളെ പോട്ടിൽ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ശ്രദ്ധപ്പെട്ടില്ല. ഞാൻ എല്ലാ പ്ലാന്റിനും ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്നതാണ്. ഇത് ശ്രദ്ധപ്പെട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്നതിനെ കൊണ്ട് നമുക്ക് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇപ്പൊ ഈ ചേരാട്ട വന്നു കഴിഞ്ഞാലും, ചേരാട്ട എന്ന് പറഞ്ഞാൽ ചേരാട്ട ഒരു ആസിഡ് പുറത്തേക്ക് തള്ളും. അപ്പൊ അത് നമ്മളെ വേരുകൾക്കൊക്കെ വെച്ചാൽ ചെറിയ പ്ലാന്റ് ഒക്കെ, വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വലിങ്ങനെ ബാധിക്കില്ല. പക്ഷെ ചെറിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വേരുകളൊക്കെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതുപോലത്തെ ചേരാട്ടന്റെ ശല്യം വന്നു കഴിഞ്ഞാലും നമ്മളിത് മാറ്റിയെടുക്കുക തന്നെ വേണം. അത് മാത്രമല്ല, ഈ ചേരാട്ട നമ്മളിപ്പോൾ ടെറസിലൊക്കെ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ ഉള്ളിലേക്കൊക്കെ ഈ ചേരാട്ട വലുതാകുന്നതനുസരിച്ചിട്ട് അയച്ചു വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു ചെറിയൊരു ആസിഡ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ആസിഡ് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇതിനെ പിടിക്കും, അതേപോലെ വായിലിടാനൊക്കെ ചാൻസ് കൂടുതൽ. അപ്പൊ വലിയ ദോഷമൊന്നും പറ്റില്ല എന്നില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോ പ്രയോഗിക്കാൻ പോകുന്ന ടിപ്പുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് അയച്ചാൽ ഒരു ആഴ്ചയിൽ 2 തവണ എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ ഒച്ചിന്റും അതേപോലെ ചേരാട്ടൻ്റെ ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് ആദ്യമേ ഞാൻ പറയട്ടോ, അല്ലാതെ ഒരു തവണ മാത്രം ഉപയോഗിച്ചെന്ന് വിചാരിച്ചാൽ അത് പിന്നീട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ആ ശല്യം വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടിപ്പുകളാണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് നമ്മളെ ഒച്ചിന്റെ ശല്യം അതേപോലെ തന്നെ ചേരാട്ടന്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആദ്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളിന്റെ ഒരു വലിയ വെളുത്തുള്ളി നോക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ നല്ല രീതിയിൽ ചതച്ചിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു വെളുത്തുള്ളി 1/2 ലിറ്റർ വെള്ളത്തിൽ ചതച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താ വെച്ചാല് നമ്മളെ ബേക്കിംഗ് സോഡ, അത് വെച്ചാൽ അപ്പക്കാരം എന്ന് പറയുമല്ലോ. അപ്പൊ അപ്പക്കാരം നമുക്കൊരു സ്പൂണിന്റെ എടുത്ത് വെച്ചാൽ ഒരു നമ്മൾ ചെറിയ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വടിച്ചിട്ട് ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ, ഫുള്ളായിട്ട് എടുക്കണ്ട. അപ്പൊ വടിച്ചിട്ട് ഒരു സ്പൂണ് ഈ 1/2 ലിറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പൊ ബേക്കിംഗ് സോഡ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ നമ്മൾ വേണ്ടത് വേപ്പെണ്ണാണ് കേട്ടോ. അപ്പൊ വേപ്പെണ്ണ നമ്മളെ സാധാ വേപ്പെണ്ണ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരു 2 ml, ഇനിയിപ്പോ വേപ്പെണ്ണ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ എടുത്താലും മതി കേട്ടോ. വേപ്പെണ്ണ എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒരു 2 ml വേപ്പെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ml എടുത്താൽ മതി കേട്ടോ, കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല.
അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ലിക്വിഡ് സോപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് എടുത്താൽ മതി കേട്ടോ. സോപ്പ് ലായനിച്ച് നമ്മൾ വേപ്പെണ്ണ ഏത് തരം എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ നല്ല രീതിയിൽ ലയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ സോപ്പ് ലയിപ്പിച്ചതോ എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ml തന്നെ നമ്മൾ ലിക്വിഡ് സോപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിത് നല്ല ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രെയറിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് തരിച്ചെടുക്കട്ടോ. കാരണം തരിച്ചിട്ട് നമ്മൾ മാറ്റിയാലേ നമ്മൾ ചണ്ടി കുടുങ്ങാതിരിക്കുകയുള്ളൂ. അപ്പൊ തരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ ചായ തരിക്കുന്ന തരിപ്പ് എടുക്കാം. ഞാനിവിടെ നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ കൊണ്ട് തരിക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ ചണ്ടിയൊക്കെ നമ്മൾ ഒന്ന് തരിച്ചെടുക്കാം. ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ. ആ സെത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കിട്ടിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കാം. അപ്പൊ വലിയ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ 1/2 ലിറ്ററിന്റെ ഒരു കണക്ക് ഞാൻ കാണിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ 1/2 ലിറ്റർ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് നമ്മൾ ഒച്ചു ശല്യമുള്ള അതേപോലെ തന്നെ നമുക്ക് ചേരാട്ടന്റെ ശല്യമൊക്കെ ഉള്ള പോട്ടിലോ അല്ല ഗ്രോ ബാഗിലോ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചുവട്ടിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം അതായത് ഒരു 6 മണിന്റെ ശേഷമാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് കേട്ടോ. കാരണം പകലൊന്നും പോയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതുപോലത്തെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 ദിവസത്തെ ഗ്യാപ്പിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് മാറുന്നവരെ, ഈ ശല്യം ഒന്ന് മാറുന്നവരെ നമ്മൾ 2 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ശല്യം പൂർണ്ണമായിട്ട് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലത്തെ ചേരാട്ടന്റെ അതേപോലെ ഉച്ചിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു തവണ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ഉച്ചിന്റെ ശല്യം കുറയ്ക്കാനുള്ള മറ്റൊരു ടിപ്പാണ് നമ്മളെ മുട്ടത്തോടുണ്ടല്ലോ. അപ്പൊ കോഴിമുട്ട പുഴുങ്ങിയിട്ടുള്ള തോട്. അപ്പൊ ഈ തോട് പൊടിച്ചിട്ട് വെച്ചാൽ നല്ല പൊടിയല്ല, ഇതുപോലെ ചീളായിട്ട് പൊടിയായിട്ട് നമ്മളിങ്ങനെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെറിയ ഉച്ചിന്റെ ശല്യത്തിനല്ല കേട്ടോ, ഒച്ചുകൾ കുറച്ച് വലുപ്പമായിട്ടുള്ള ശല്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ ശല്യം കുറയുന്നതാണ്. പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നല്ല പറയുന്നത്, ശല്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ ഞാൻ ഈ ടിപ്പൊക്കെ പലരും യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഒച്ച ശല്യം മാറുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒച്ച ശല്യം മാറാച്ച അതിന്റെ സ്മെല്ലുകൊണ്ട് വരാതിരിക്കാനോ അല്ല ഒച്ചിനെ കൊല്ലാനോ വേണ്ടിയിട്ടല്ല നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചീളായിട്ട് വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ചുകൾക്ക് കറക്റ്റായിട്ട് അതിൽ കൂടെ സഞ്ചരിച്ച് പോകാൻ പറ്റൂല. അങ്ങനെ തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പൂർണ്ണമായിട്ട് ഇത് മാറുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും മുട്ടത്തോട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ ചെടിക്ക് ഒരു വളം കൂടിയാണ് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അത് ഇട്ട് കൊടുക്കുന്നതിൽ യാതൊരുവിധ ദോഷമില്ല കേട്ടോ. അടുത്തൊരു ടിപ്പാണ്, ഇപ്പോൾ നമ്മൾ ചിലർ പറയും നമ്മൾ ഈ ഒച്ചിന്റെ ശല്യം അതേപോലെ ചേരട്ടന്റെ ശല്യം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉപ്പ് വിതറി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഉപ്പ് ചെടിന്റെ ചുവട്ടിൽ കൂടുതലായിട്ട് വിതറി കൊടുത്താൽ ചെടിക്ക് തന്നെ ദോഷമാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഉപ്പിന് പകരമായിട്ട് നമുക്ക് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒച്ചി ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചേരാട്ടന്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുവട്ടിലായിട്ട് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എപ്സം സാൾട്ട് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു 5 ഗ്രാമോ മാക്സിമം പോയച്ചോ വലിയ പ്ലാന്റ് ഒക്കെ ഒരു 5 ഗ്രാമിന്റെ അടുത്ത് മാത്രം നമ്മൾ ചെടിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്സം സാൾട്ട് ഇട്ട് കൊടുത്താലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാസത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടിപ്പും പലരും പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എപ്പോഴും പോയിട്ട് നമ്മൾ എപ്സം സാൾട്ട് ചോട്ടിൽ ഇട്ട് കൊടുക്കരുത്. പിന്നെ ഗുണം എന്ന് വിചാരിച്ച് നമ്മളെ ചെടിക്ക് ദോഷമായി മാറാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒച്ച ശല്യം ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് ഒരു പാത്രം എടുക്കുക. അപ്പൊ ഒരു ഗ്ലാസ് എടുത്താലും മതി. ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ, ഈ ടീസ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ. ഒരു സ്പൂണ് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ധാന്യപ്പൊടി മതി. ഗോതമ്പ് പൊടി എടുക്കുക, അരിപ്പൊടി എടുക്കുക, ഏത് ധാന്യപ്പൊടി ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് എടുത്ത ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഈസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഈസ്റ്റും അതേപോലെ തന്നെ ഈസ്റ്റ് നമ്മൾ ഒരു സ്പൂണ് ഫുള്ളായിട്ട് എടുക്കണ്ട, ഒരു ഏകദേശം വടിച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു സ്പൂണ് ഈസ്റ്റും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടോ, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടാണ്. അപ്പൊ ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം.
അപ്പൊ ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം വീണ്ടും ഇപ്പൊ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നുണ്ട്, അതിന്റെ ഒരു അളവാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു അരന്റെ മേലെ ഒരു മുക്കാലിന്റെ അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കണ്ടേ, ഒരു അരന്റെ മേലെ ഒരു മുക്കാൽ വരെയുള്ള ഒരു വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ല ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് നേരം, കൂടുതൽ ടൈം ഒന്നും വേണ്ട, ഇതൊന്ന് ഈസ്റ്റ് ഒന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ഒന്ന് നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ നമ്മളിത് മാറ്റി വെച്ചത് ഇപ്പൊ ഇത് ലേശം ഒന്ന് പതഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ലേശം ഒന്ന് പുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. അപ്പൊ ഇതുപോലെ ട്രാൻസ്പെറന്റ് തന്നെ ആവണം എന്നല്ല കേട്ടോ, ലേശം ഒരു കുയ്യുള്ളൊരു പാത്രം എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോ ഒച്ചശല്യം എവിടെയാണോ കാണുന്നത്, ഏത് പോട്ടിലാണോ കാണുന്നത്, അപ്പൊ അതിന്റെ ചോട്ടിലായിട്ട് നമ്മൾ ചെറുങ്ങനെ ഒന്ന് മണ്ണ് നീക്കി കൊടുക്കാം. അപ്പൊ മണ്ണ് നീക്കിയിട്ട് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറങ്ങണ രൂപത്തിലാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. വെച്ചാൽ ഫുള്ളായിട്ട് ഇറങ്ങൊന്നും വേണ്ട, ഒരു ലേശം ഒന്ന് താന്ന് നിന്നാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഇറങ്ങണ രൂപത്തിൽ വെച്ചിട്ട് ഇതിന്റെ ചുറ്റിലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്മെല്ലുണ്ട്. അപ്പൊ ആ ഒരു സ്മെല്ല് കൊണ്ട് ഒച്ചുകൾ ഇതിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കും. അപ്പൊ ഒച്ചുകൾ ഇതിലേക്ക് വന്നിട്ട് ഈ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ് ചെയ്യുക. അപ്പൊ വീണ് കിടന്നാൽ ഒച്ചുകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും. ചില സമയത്ത് ചേരാട്ടകളും വീകാറുണ്ട് കേട്ടോ. പക്ഷെ പൂർണ്ണമായിട്ടും ചേരാട്ടനെ ഇല്ലാതാക്കാൻ ഈ ഒരു ലൈന് കൊണ്ട് പറ്റൂല. പക്ഷെ ഒച്ചിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു ലൈന് കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ മഴക്കാലത്തൊക്കെയാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴവെള്ളം ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓടോ അങ്ങനെ ഓടിന്റെ കഷ്ണമൊക്കെ ഇതിന്റെ മേലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഉള്ളിൽ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ നല്ല കൂളിംഗ് ഉണ്ടെങ്കിൽ ഒച്ചുകൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തും. കാരണം ഒച്ചുകൾക്ക് ഏറ്റവും ഇഷ്ടം തണുപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്ത് കൊടുത്ത ഉള്ളിൽ നല്ലൊരു കൂളിംഗ് ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് ഒച്ചുകൾ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ മഴ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാവർക്കും ഇപ്പൊ മണ്ണ് ചുവട്ടിൽ ഇങ്ങനെ കുഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് താവൊന്നും വേണ്ട, ചെറുങ്ങനൊന്നും മണ്ണ് നീക്കിയിട്ട് താന്നാൽ മതി. ഇപ്പൊ ഇതിന്റെ ഒരു അത്തിന്റെ പ്ലാന്റാ. ഇവിടെ ഇപ്പൊ മണ്ണിൽ തൊടാൻ തന്നെ പറ്റില്ല, കാരണം അത്തിന്റെ വേരുകളൊക്കെ മേൽഭാഗത്തിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യമുള്ള പോട്ട്, ഇപ്പൊ ചിലരുടെ വീട്ടിലൊക്കെ അങ്ങനെ ഇരിക്കും പോട്ടുണ്ടാവും, കുഴിക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ആ പാത്രം ഇവിടെ ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം അതിന്റെ ചുറ്റിലായിട്ട് മണ്ണൊന്ന് ചെറുങ്ങനെ ഇട്ട്, മണ്ണോ അല്ലെങ്കിൽ കരിയിലോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ലേശം ഒരു ഹൈറ്റ് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കുഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ആ വേരുകൾ പൊട്ടണ്ട. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ മത്തനില്ലേ, അപ്പൊ മത്തൻ നമ്മളൊരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ തോലൊക്കെ ചെത്തിയതിന് ശേഷം ആ മത്തന്റെ ഉള്ളിലത്തെ കുരു ആയതൊന്നും പോക്കണ്ട കേട്ടോ. പോക്കാതെ തന്നെ തോല് മാത്രം ചെത്തിയിട്ട് ഒരു കഷ്ണം മത്തൻ നമ്മളെ ഈ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ, ഇപ്പൊ രാത്രിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഈ ചെറിയ ഒച്ചുകളൊക്കെ അതിന്റെ മേലെ കയറി കിടക്കുന്നത് കാണാം. അപ്പൊ പേടിയില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നമുക്ക് പ്രയോഗിക്കാം. കാരണം ഇതിങ്ങനെ കൂടി കിടക്കുന്ന കാണുമ്പോൾ ചിലർക്ക് പേടിയിരിക്കും, ഇപ്പൊ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനെ പേടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാം. അപ്പൊ പിറ്റേന്ന് ആ മത്തൻ എടുത്തിട്ട് നമുക്ക് ഒഴിവാക്കിയാൽ മതി. അപ്പൊ ചേരാട്ട അങ്ങനെ കയറൊന്നുമില്ല കേട്ടോ. കാരണം ചേരാട്ടൊക്കെ ചെറിയ രൂപത്തിൽ മാത്രമേ മത്തല് കയറി, ഞാൻ വെച്ച് നോക്കലുണ്ട്, പക്ഷെ ചേരാട്ടൻ്റെ അങ്ങനെ കയറിയിട്ടില്ല. പക്ഷെ ഒച്ച് കയറലുണ്ട്, അതിലേക്ക് പെട്ടെന്ന് തന്നെ കയറും. ഈ ചേരാട്ട ശല്യം കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാൻ പല ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു ടിപ്പാണ് നമ്മളെ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടല്ലോ. അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് ഒരു ലേശം ഒരു 50 ഗ്രാമിന്റെ അടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു 2 ദിവസം കുതിർത്തിടുക. അപ്പൊ കുതിർത്തിട്ടതിന് ശേഷം ആ ലായനി നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ ചേരാട്ട ശല്യം നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു ടിപ്പ് എന്നല്ല കേട്ടോ, ഇപ്പൊ ഞാൻ തന്നെ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്പുകൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഒരുപാട് ടിപ്പുകളുണ്ട്. ഇപ്പൊ ഒച്ചി ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചേരാട്ടന്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കൃഷിക്കാരും പല രീതിയിലുള്ള ടിപ്പുകളാണ് പ്രയോഗിക്കുന്നത്. അതിലൊക്കെ ഗുണം കിട്ടാറുണ്ട്. ഇപ്പോ ഒച്ചി ശല്യം കുറയ്ക്കാൻ തന്നെ നമുക്ക് വളക്കടയിൽ നമുക്ക് അതിന്റെ കീടനാശിനി കിട്ടും. സ്നൈൽ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള കീടനാശിനി നമുക്ക് പറഞ്ഞാൽ വേണ്ടിയിട്ട് കിട്ടും. പക്ഷെ അതൊക്കെ നമ്മൾ ചെടികളെ ചൂട്ടിൽ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ദോഷകരമാവും. ചില സമയത്തൊക്കെ നമ്മൾ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ സ്നൈൽ കില്ലർ വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനും വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ചിലർ വാങ്ങുന്നുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലിങ്ങനെ സ്നൈൽ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്, ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇത് ഞാൻ പ്രയോഗിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ പ്രയോഗിക്കരുത്. കാരണം അത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണോ, അത് കെമിക്കലാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ഓൺലൈനായിട്ട് ഇത് കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും നേരിട്ട് പോയിട്ട് ചെടികളെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ ജൈവ രൂപത്തിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്